ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്തുതി ചെല്ലിക്കേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ആദ്യമായിട്ട് കേൾക്കുന്നത് വിചാരിക്കും കുഞ്ഞുങ്ങൾക്കുള്ള വെച്ച സംഗതി തോണ്ടി വിടാൻ സാധ്യതയുണ്ട്, എന്നാലും വേണ്ടിയല്ല. കുഞ്ഞുങ്ങളെ മൈൻഡ് ഞാൻ ഓർക്കാണ്. പേടിയം സെൻറ്ററിലുള്ള എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നൊരു അച്ഛനെ ഇന്നലെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം പറയുകയാണ്, ഇന്നലെ ഒരു ഫാമിലി കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞു സെൻറ്ററിലെ ബിനോയച്ചനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇല്ലാതെയും പോയി. ഏതായാലും എൻ്റെ സഹോദരങ്ങളെ, എന്നിട്ട് ആ അമ്മ പറയുകയാണ് ഈ അച്ഛനോടെ, അതായത് കൊച്ചിന് വൈകുന്നേരമായാൽ കഞ്ഞിയും കൊടുക്കണം, ബിനോയച്ചന് ടോക്കും കാണിച്ചു കൊടുക്കണം. ഞാനത് കുറേ നേരം ചിരിച്ചു. അതൊരു സിസ്റ്റമായി അല്ലേ? വൈകുന്നേരം കൊടുക്കുമ്പോഴാണ് കൊച്ചു കഞ്ഞിയും കൊടുക്കണം, പിന്നെ ബിനോയച്ചന് ടോക്ക് കാണിച്ചാൽ ഓക്കെ, പിന്നെ ഉറങ്ങും. അല്ലെങ്കിൽ ബഹളമാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇച്ചിരി ബഹളം വെച്ചോ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലതൊരു വലിയൊരു സന്തോഷമല്ലേ അല്ലേ? വലിയൊരു കൃപയല്ലേ എൻ്റെ സഹോദരങ്ങളെ. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുപോകും. അപ്പോൾ നിങ്ങളത് പിടിച്ചു നിർത്തണം. അത് കാരണവന്മാരോടാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ എഴുതാൻ പറയണം. ഒരു സമ്മാനമൊക്കെ തരാമെന്ന് നിങ്ങൾ കാരണവന്മാർ തന്നെ പറയും പിള്ളേരോട്. എന്നിട്ട് സമ്മാനമൊക്കെ കൊടുത്തു. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച ദിവസം കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകം ഒരു പ്രാർത്ഥന നടത്തണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ പിന്നെ UK ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണെന്നറിയാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു നന്മ ചൊല്ലി പല നിയോഗങ്ങളുണ്ട്. എനിക്കൊരു പ്രത്യേക നിയോഗം ഞാൻ വെക്കുകയാണ്. അത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അതൊന്ന് മേടിച്ച് തരണം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമ്മെ തിരുത്താൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. തിരുത്തപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തിരുത്തൽ കൊടുക്കുന്നിടത്ത് ദൈവകൃപ സമൃദ്ധിയായിട്ട് വരും. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 10 വേഴ്സ് 24. ജെറമിയ 10:24 വചനമാണ്. കർത്താവേ, അപ്പോൾ പറഞ്ഞത് കർത്താവിനോട് വളരെ വളരെ ഒരു 2-3 കാര്യങ്ങളായിട്ട് പറയുകയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാണ്. കർത്താവേ, നീതിപൂർവം എന്നെ തിരുത്തണമേ, എന്നാൽ കോപത്തോടെ അരുതേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോവും. അല്ലേ? അപ്പോൾ ദൈവം കോപിക്കുന്നില്ല എന്ന് നമുക്കറിയാം അല്ലേ? അതായത് ദൈവം സ്നേഹമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ തിരുത്താൻ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കാം, നല്ലൊരു ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഞാനത് കേട്ടത് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ. ആ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ്, ഞാൻ എന്തെങ്കിലും തിരുത്താൻ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനിലൂടെയോ ഒരു സിസ്റ്ററിലൂടെയോ ഒരു അൽമാനിലൂടെ സംസാരിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് വെളിപ്പെടുത്തി എനിക്കത് മനസ്സിലാക്കി തിരുത്തി തരണം കർത്താവ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നെ അറിയാമെന്ന് പറയരുത് അല്ലേ? നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് അറിയാമെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, തിരുത്താൻ വേണ്ടി തിരുത്തൽ കിട്ടാൻ വേണ്ടി പൊതുവെ ഇന്ന് തിരുത്തപ്പെടാൻ ഇഷ്ടമില്ല. അതാണ് എല്ലാത്തിലുമുള്ള പ്രശ്നം. കുടുംബം പിടിച്ച് കുടുംബം മുതൽ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ മുകളിലോട്ടില്ല. സഭയാണ് എന്താണെങ്കിലും ശരി, എവിടെയും പ്രശ്നം അതാണ്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം വഴിയെ പോകുന്ന സമയത്ത് നമ്മുടെ സ്വന്തം പിള്ളേരല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കാണിച്ചു കഴിഞ്ഞാൽ ആരും തിരുത്തും, ഏത് കാരണവരും തിരുത്തും. ഇന്നിപ്പോൾ തിരുത്തിയ വിവരമായിരുന്നു. അപ്പോൾ സിസ്റ്റം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്നെ നീതിപൂർവ്വം തിരുത്തണം, എന്നാൽ കോപത്തോടെ അരുതേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി. ഇനി ഇങ്ങനെ അങ്ങ് ചിന്തിച്ചേ. അപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് തിരുത്തൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിനകത്തുണ്ട് അതിൻ്റെ അർത്ഥം തന്നെ നീതിപൂർവ്വമേ തിരുത്താവുള്ളൂ. നമ്മൾ ഇഷ്ടം വെച്ചിട്ട് അല്ലേ, പാവപ്പെട്ട ഒരു രീതി, പണമുള്ളവർ വേറെ രീതി, സൗന്ദര്യമുള്ളവരുടെ രീതി, സൗന്ദര്യം ഇല്ലാത്ത വേറെ രീതി, ഇഷ്ടപ്പെട്ട ഒരു രീതി, ഇഷ്ടമില്ലാത്തൊരു വേറെ രീതി. അങ്ങനെയല്ല, നീതിപൂർവ്വം തിരുത്തണം. എന്തായാലും പറഞ്ഞിരിക്കുന്ന അടുത്ത വചനമാണ് എൻ്റെ സഹോദരങ്ങളെ, കോപത്തോടെ അരുതേ. നമുക്ക് പലപ്പോഴും ഈ തിരുത്തൽ കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി കോപം വരാൻ സാധ്യതയുണ്ട്. ശാസനയും കോപവും രണ്ടാണ്. ശാസന എന്ന് പറഞ്ഞാൽ തിരുത്തലാണ്, അതിനകത്തൊരു ഫോഴ്സ് ഉണ്ട്, പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിനകത്ത് ഒരിക്കലും കോപമില്ല, അതിനകത്ത് സംസാരിക്കേണ്ട ഒരു തലം പോലും വരുന്നില്ല. അപ്പോൾ നമ്മൾ ശാസനയാണ് പലപ്പോഴും നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ പിന്നെ കോപത്തോടെ നമ്മളിങ്ങനെ തിരുത്തൽ കൊടുക്കുക. എന്നിട്ട് പറയാം അടുത്ത വചനം ഇതാണ് എൻ്റെ സഹോദരങ്ങളെ, പിന്നെ എന്താ പറയണത്, കോപത്തോടെ തിരുത്തരുത്, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായിപ്പോൾ. ചിലരുടെയൊക്കെ തിരുത്തൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഇല്ലാതായിപ്പോവും അല്ലേ? പിന്നെ ഇല്ല അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ല, അങ്ങനെ ഒരു തിരുത്തൽ നമുക്ക് കിട്ടിയാൽ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ?
അപ്പോൾ അതുകൊണ്ട് സ്നേഹമാണ് എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന മകുടം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാവോ? എൻ്റെ കർത്താവായ ദൈവമേ, ഇവരൊക്കെ വേണ്ടി ബ്ലെസ് ചെയ്യാൻ അങ്ങനെ നിയോഗിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് അങ്ങ് എന്തിനാണ് നിയോഗിച്ചത് അത് ഈ ദൗത്യം ഈ സമയത്ത് പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം കുടുംബങ്ങളെ വ്യക്തികളെല്ലാം ആശീർവദിക്കുക. സകലത പൈശാചിക പീഡകളും അന്ധകാരശത്തിൻ്റെ ഉപദ്രവങ്ങളും രോഗപീഠകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും കർത്താവ് ഇവർക്കെതിരെ ലോകത്തിൽ എവിടെ ഇരുന്ന് ആരെങ്കിലും മന്ത്രവാദം കൂടോത്തര ആപചാരം ക്ഷുദ്രപരം ഇങ്ങനത്തെ എതിർ പ്രാർത്ഥനകളോ പൂജകളോ എല്ലാ സ്വാധീനങ്ങളെയും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, എതിർ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിനെ തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവ് ഇവരുടെ കുടുംബങ്ങൾ ഏതെങ്കിലും കാര്യം ഒന്നാം പ്രമാണ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വാധീനങ്ങൾ യേശു നാമത്തിൽ ബന്ധി വിട്ടുമാറി പോകട്ടെ. കർത്താവ് ദൈവമേ, വലിയ തിരുരത്വത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഈശോയുടെ വചനത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. കർത്താവ് ദൈവമേ, എന്താണ് ഈ സ്തുതിപ്പിൻ്റെ സമയത്ത്, ഈ ആശ്വാസ സമയത്ത് ഇവരുടെ പ്രാർത്ഥന അത് ദൈവസ്ഥലേക്ക് ഉയരാൻ എളിമയോടെ ജോയൽ 2 പ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പരിശുദ്ധ അമ്മയെ പ്രത്യേക യോസേപ്പിതാവെ പ്രാർത്ഥിക്കണമേ. അവരുടെ നിയമം ഈശോ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ വചനം വെച്ച് ആത്മശോധന ഞാൻ അനേകരെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ഉദ്യമങ്ങളെ ദൈവമായ കർത്താവ് വിജയിപ്പിക്കട്ടെ. വചനം നിങ്ങളെ താങ്ങട്ടെ. കാവൽമാലാക കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പേരിന് അനേക വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.